നമസ്തേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. എല്ലാവർക്കും നമസ്കാരം. പുണ്യങ്ങളിൽ പുണ്യമായ മാസമാണ് വൈശാഖമാസം. ആ വൈശാഖമാസത്തിൻ്റെ ഐശ്വര്യവും പുണ്യവും നിറച്ചുകൊണ്ട് വൈശാഖമാസം വന്നെത്തിയിരിക്കുകയാണ്. ഈ വൈശാഖമാസത്തിലെ ഓരോ ദിവസവും അതീവമായ പുണ്യവും ഐശ്വര്യവും നിറഞ്ഞതാണ്. നമുക്ക് അതിലെ ഓരോ ദിനത്തിനും എടുത്തു പറയത്തക്ക സവിശേഷതകളുണ്ട്. അതിലെ ഏറ്റവും പുണ്യമുള്ള ഐശ്വര്യമുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ ദിനം. ഈ വർഷത്തെ അക്ഷയ തൃതീയ ദിനം വരുന്നത് ഏപ്രിൽ 19 ഞായറാഴ്ചയാണ് നമ്മൾ അക്ഷയ തൃതീയയായിട്ട് ആചരിക്കുന്നത്. അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എന്താണ് ആദ്യം ഓടിയെത്താറുള്ളത്? അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു പുണ്യ ദിവസം ഉണ്ട് എന്നതുപോലും ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ഈ അക്ഷയ തൃതീയ എന്നുള്ളത് വരുന്നതിൻ്റെ ഒരു മാസം മുൻപ് തന്നെ നമ്മുടെ ജ്വല്ലറിക്കാരൊക്കെ അതിൻ്റെ പരസ്യങ്ങളുമായിട്ട് നമ്മുടെ സ്വീകരണ മുറിയിൽ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ പരസ്യങ്ങളിലൂടെയാണ് നമ്മൾ അക്ഷയ തൃതീയ എന്ന് പറയുന്നത് ഇത്രയൊക്കെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് എന്ന് നമ്മൾ കരുതാൻ തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഒരു ധാരണ അന്നേ ദിവസം സ്വർണം വാങ്ങലാണ് അക്ഷയ തൃതീയയുടെ പ്രാധാന്യം എന്നാണ് പലരും ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്നേ ദിവസം ഇപ്പോൾ ചെയ്യാറുള്ളത്, പലരും നമ്മുടെ വീട്ടിൽ ചോറില്ല, അരിയില്ല എങ്കിൽ കൂടി അന്നേ ദിവസം ഒരു തരി സ്വർണം വാങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ ഓടിപ്പോയി ജ്വല്ലറിയിൽ പോയി എന്തെങ്കിലുമൊക്കെ സ്വർണം വാങ്ങുന്നു. ഇനി ആ സ്വർണം വാങ്ങാൻ നമുക്കുള്ള പണം ഇല്ലെങ്കിൽ കൂടി നമ്മളെ കുടുംബനാഥനെയൊക്കെ സോപ്പിട്ട് അമ്മമാർ അതിൻ്റെ പൈസയൊക്കെ കണ്ടെത്തി നമ്മളെ ജ്വല്ലറിയിൽ പോയിട്ട് ഒരു വളയോ മാലയോ ഒക്കെ വാങ്ങാറുണ്ട്. എന്നിട്ട് അവരുടെ വിശ്വാസം എന്താണ്? ഇനി ഈ വർഷം മുഴുവനും തങ്ങൾക്ക് ഇതുപോലെയുള്ള സ്വർണം കൊണ്ടുള്ള വളയും മാലയും ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് അത് അക്ഷയമാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ സ്വർണ്ണ ലഭ്യത ഉണ്ട് എന്നൊക്കെയാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ പണ്ട് ഇത്തരം ധാരണകളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തോടു കൂടി തന്നെ സ്വർണത്തിൻ്റെ വിലയൊക്കെ അതിൻ്റെ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞു. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരവസ്ഥ കൂടി ആയതുകൊണ്ട് പലരും അതിലൊക്കെ ഒരു സംയമനം പാലിച്ചിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് ഈ അക്ഷയ തൃതീയ? അന്നേ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ആചരിക്കേണ്ടത്? ഈ പുണ്യ ദിവസം നമ്മൾ സ്വർണം വാങ്ങുകയാണോ വേണ്ടത്? അന്നേ ദിവസം നമുക്ക് എന്തെങ്കിലും വ്രതം നോൽക്കേണ്ടതായിട്ടുണ്ടോ? ഇനി ആ ദിവസം വ്രതം നോറ്റാൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്കുണ്ടാവുക? എന്ത് പ്രവൃത്തി ചെയ്താലാണ് ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക? ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറയുന്ന വീഡിയോയിലൂടെ നമ്മൾ ആ അക്ഷയ തൃതീയയുടെ പ്രാധാന്യവും അതുപോലെ അത് ആചരിക്കുന്നത് കൊണ്ടുള്ള ഗുണവും എന്തെല്ലാം വ്രതങ്ങൾ എടുക്കേണ്ടതാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കൂടി കേൾക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം സർവ ഐശ്വര്യത്തിൻ്റെ ദിനമാണ് അക്ഷയ തൃതീയ. ഇത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ, അതായത് വെളുത്ത പക്ഷത്തിലെ 3-ാം ദിനത്തിലെ തൃതീയ തിഥിയിലാണ് നമ്മൾ അക്ഷയ തൃതീയ ആചരിക്കുന്നത്. സത്യയുഗം അവസാനിക്കുകയും ത്രേതായുഗം തുടങ്ങുകയും ചെയ്തത് ഈ നാളിലാണ് എന്നാണ് വിശ്വാസം. ഈ ദിവസം എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിനും നമ്മൾ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ദിവസം മുഴുവനും നല്ല മുഹൂർത്തമാണ്. അക്ഷയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും ക്ഷയിക്കാത്തത് എന്നാണ്. അതായത് എത്ര എടുത്താലും തീരാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പുണ്യദിനത്തിലാണ് നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിച്ചത്. അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാൻ കുചേലനെ കുബേരനാക്കി മാറ്റിയതും ഈ അക്ഷയ തൃതീയ ദിവസത്തിലാണ് എന്നാണ് വിശ്വാസം. ഇനി അതുപോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികൾ കനകധാരാ സ്തോത്രം ചൊല്ലി ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണ്ണ നെല്ലിക്ക വർഷിച്ച് ഒരു ഭക്തയുടെ ദാരിദ്ര്യ ദുഃഖം മാറ്റിയത് ഈ അക്ഷയ തൃതീയ സുദിനത്തിലാണ് എന്നും വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ വ്യാസ ഭഗവാൻ ആ മഹാഭാരതം എഴുതി തുടങ്ങിയ സുദിനമാണ് അക്ഷയ തൃതീയ.
അപ്പോൾ തന്നെ ഗണപതി ഭഗവാൻ അത് മുഴുവനും പകർത്തി എഴുതി തുടങ്ങിയതും ഈ അക്ഷയതൃതീയ ദിവസമാണ്. പിന്നെ നമ്മൾ ഒരു വിശ്വാസം, യോഗനിദ്രയിൽ നിന്നും സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഉണരുന്ന സുദിനമാണ് അക്ഷയതൃതീയ സുദിനം. ഈ ദിവസം വിഷ്ണു ഭക്തര് ഒരു ദിവസത്തെ വ്രതമെടുത്ത് വിഷ്ണു ഭഗവാനെയും അതുപോലെ തന്നെ ലക്ഷ്മി ഭഗവതിയെയും പൂജിക്കുന്നത് സർവ ഐശ്വര്യങ്ങളും നമ്മുടെ വീടുകളിൽ എത്തിക്കും, അല്ലെങ്കിൽ ആ സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. അതുകൊണ്ട് അക്ഷയതൃതീയ ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും തന്നെ അക്ഷയ ഫലത്തെയാണ്, അതായത് ഒരിക്കലും നശിക്കാത്ത ഫലത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നാണ് വിഷ്ണു പുരാണത്തിലൊക്കെ പറയുന്നത്. ഈ ദിവസം ഈ സുദിനത്തിൽ നമ്മൾ പിതൃതർപ്പണം ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അന്നേ ദിവസം പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാം, ഭാഗവത ശ്രവണങ്ങൾ നടത്താം. ഇതൊക്കെ വളരെ ഐശ്വര്യദായകമാണ്. പിന്നെ നമുക്ക് കുറച്ച് ദാനങ്ങൾ നടത്താം. അപ്പോൾ അതായത് അന്നദാനം, കന്യാദാനം, ഗോദാനം, ഗോദാനം എന്ന് പറഞ്ഞാൽ പശുദാനം, അതുപോലെ വസ്ത്രദാനം, വിദ്യാദാനം, ഇതൊക്കെ ചെയ്യുന്നത് വളരെ വളരെ ഐശ്വര്യമാണ്. അക്ഷയ തൃതീയ ദിനത്തിലൂടെ അല്ലെങ്കിൽ ആ ദിവസം ചെയ്യുന്ന ദാനത്തിലൂടെ അത് നൽകുന്ന ആൾക്ക് മാത്രമല്ല, അവരുടെ വംശപരമ്പരകൾക്ക് കൂടി, അതായത് അവരുടെ വരും തലമുറകൾക്ക്, അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരമക്കൾക്കും ഒക്കെ അതിൻ്റെ പുണ്യം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നേ ദിവസം നമ്മൾ ദാനധർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ അത് അർഹരായ ആളുകൾക്ക് ദാനം കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പുണ്യ ദിവസം പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായിട്ടുള്ള സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു, ആ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമനായിട്ട് ഭഗവാൻ അവതരിച്ചത്, എന്നിട്ട് ഭൂമിക്ക് ഐശ്വര്യം നൽകുകയും ചെയ്തത് ഈ അക്ഷയതൃതീയ ദിനത്തിലാണ് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ പുണ്യനദിയായ ഗംഗാനദി, ആ ഭഗീരഥ മുനിയുടെ ആ ഭഗീരഥ പ്രയത്നത്താൽ അദ്ദേഹം തപസ്സൊക്കെ ചെയ്ത് ആ ഭൂമി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ആ ഗംഗാദേവിയെ ഇറക്കിക്കൊണ്ടുവന്നതും അല്ലെങ്കിൽ ഒഴുകിയതും ഈ പുണ്യദിനത്തിലാണ് എന്നാണ് വിശ്വാസം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ആ തൃതീയ തിഥി ഈ പ്രാവശ്യം വരുന്നത് ഏപ്രിൽ 19 ഞായറാഴ്ച ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്നേ ദിവസം ഇതിന് ഏറ്റവും കൂടുതൽ ആ ദിവസം തന്നെ ഏറ്റവും കൂടുതൽ മുഹൂർത്തമുള്ള സമയവുമുണ്ട്. അപ്പോൾ രാവിലെ 5:31 ആരംഭിച്ച് ഉച്ച കഴിഞ്ഞ് 2:12 വരെ വളരെ നല്ല മുഹൂർത്തമാണ്. അപ്പോൾ ആ ഏപ്രിൽ 19 ഏറ്റവും നല്ല സമയമാണത്. അതുപോലെ തന്നെ നമുക്ക് ആരാധന നടത്താനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ 5:41 മുതൽ ഉച്ചയ്ക്ക് 12:18 വരെയാണ്. അപ്പോൾ ഈ അക്ഷയതൃതീയ ദിവസം നമുക്ക് പൂജകൾക്ക് ജപത്തിനൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയം കൂടി പറയാം. അത് അതിരാവിലെ 5:41 മുതൽ ഉച്ചയ്ക്ക് 12:18 വരെയാണ്. അപ്പോൾ വൈശാഖ മാസത്തിലെ ആ പുണ്യമാസത്തിലെ അക്ഷയതൃതീയ ദിനത്തിലും അതുപോലെ തന്നെ ശുക്ലപക്ഷ ദ്വാദശി, അതായത് വെളുത്തപക്ഷ ദ്വാദശി, പൗർണമി, ഇങ്ങനെ ഈ 3 ദിവസങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ വൈശാഖ മാസത്തിലെ. ഈ 3 ദിവസങ്ങളും നമ്മൾ സമ്പൂർണമായ വ്രതം നോറ്റാൽ നമുക്ക് വൈശാഖ മാസം മുഴുവനും വ്രതം നോറ്റതിൻ്റെ പുണ്യം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ അക്ഷയതൃതീയ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അക്ഷയതൃതീയ ദിവസം നമ്മൾ വ്രതം എടുക്കുന്നത് എത്രത്തോളം നമുക്ക് ഐശ്വര്യമാണ് എന്ന് മനസ്സിലാക്കാം. സർവ്വ ഐശ്വര്യമാണ് നമ്മൾ ഈ വ്രതം നോൽക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ദിവസം നമുക്ക് വ്രതം എടുക്കാൻ കഴിയുന്നവർക്കൊക്കെ തന്നെ നമുക്ക് ആ പൂർണ്ണ ഉപവാസം എടുക്കാവുന്നതാണ്. ആ പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവർ മാത്രം പൂർണ്ണമായ ഉപവാസം എടുക്കുക, അല്ലെങ്കിൽ ഒരിക്കലൂണ് ഉച്ചയ്ക്ക് മാത്രം നമ്മൾ അമ്പലത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യം ഒക്കെ കഴിക്കാം, അങ്ങനെയും വ്രതം നോൽക്കാം. അല്ലെങ്കിൽ പഴങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ആ വ്രതവും നോൽക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. എന്തായാലും അന്നേ ദിവസം നമുക്ക് ആ വ്രതം എടുക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് മനഃപരിശുദ്ധിയാണ്. മനസ്സ് പരിശുദ്ധമാക്കുക, ആ ഭഗവാനെ സ്മരിക്കുക, ആ ലക്ഷ്മി ദേവിയെ സ്മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം അതാണ് വ്രതത്തിലെ ഏറ്റവും പുണ്യമായ കാര്യം. ഇനി വ്രതം ഒന്ന് എടുക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ അന്നേ ദിവസം മത്സ്യമാംസാദികൾ ഒക്കെ ഒന്ന് ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാ വ്രതങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ നമ്മളുടെ ആരോഗ്യം, സാഹചര്യം ഒക്കെ മനസ്സിലാക്കി
നമുക്ക് ആ വ്രതം എങ്ങനെ നോൽക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. എന്തായാലും അന്നേ ദിവസം രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ കുളിക്കുക. അത് വളരെ ഐശ്വര്യദായകമാണ്. പിന്നീട് നമ്മൾ ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ആ ലക്ഷ്മി നാരായണൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ ഏത് ചിത്രമാണോ അല്ലെങ്കിൽ ഏത് ഫോട്ടോ ആണോ നമ്മുടെ കയ്യിലുള്ളത്, അത് ആ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ മുന്നിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതായ പൂക്കൾ അർപ്പിക്കാം. അപ്പോൾ ആ ഫോട്ടോവിൻ്റെ മുന്നിൽ ആദ്യം ചെയ്യേണ്ടത് നിലവിളക്ക് കൊളുത്തുകയാണ്. നമ്മളന്ന് വെളുത്ത വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങൾ ധരിക്കാൻ കഴിഞ്ഞാൽ അതും വളരെ ഐശ്വര്യദായകമാണ്, അല്ലെങ്കിൽ ഭാഗ്യവർദ്ധനവിന് അത് ഗുണമാണ് എന്ന് കാരണമാകും. അതുകൊണ്ട് നമ്മൾ വെളുത്ത വസ്ത്രവും വെള്ളി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നമുക്ക് ആ ഭഗവാന്റെ മുന്നിൽ അന്നേ ദിവസം ദീപം തെളിയിക്കാം, പുഷ്പങ്ങൾ അർപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഭഗവാൻ വിഷ്ണുവിന് തിലകം ചാർത്തി കൊടുക്കാം. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള തിലകം എന്ന് പറയുന്നത് ചന്ദന തിലകമാണെന്ന് നമുക്കറിയാം. അപ്പോൾ വിഷ്ണുവിന് ചന്ദന തിലകം ചാർത്തുക. അതുപോലെ തന്നെ ലക്ഷ്മി ഭഗവതിക്ക് നമുക്ക് കുങ്കുമ തിലകം ചാർത്തി കൊടുക്കാം. പിന്നെ ഭഗവാന്റെ മുന്നിൽ നമുക്ക് വെളുത്ത പൂക്കൾ സമർപ്പിക്കാവുന്നതാണ്. ആ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വെളുത്ത പൂക്കൾ സമർപ്പിക്കുക. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൂക്കളാണ് ചുവന്ന പൂക്കൾ അല്ലെങ്കിൽ താമരപ്പൂക്കൾ. ആ താമരപ്പൂക്കൾ അന്നേ ദിവസം നമുക്ക് ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് ഭഗവാന് നിവേദിക്കാം. നമ്മൾ ഈ ഭഗവാന് നിവേദിക്കുന്ന ഈ പ്രസാദം അത് എല്ലാവർക്കും മറ്റുള്ളവർക്ക് കൂടി എത്തിക്കുക എന്നുള്ളത് അതിലേറെ ഐശ്വര്യപ്രദമാണ്, സർവ്വ ഐശ്വര്യപ്രദമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ നിവേദ്യങ്ങൾ എല്ലാവർക്കും എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് അന്ന് വിഷ്ണു ക്ഷേത്രങ്ങൾ നമുക്ക് സന്ദർശിക്കാൻ കഴിയുമെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. അല്ലെങ്കിൽ ആ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ഒരു അവതാരമൂർത്തി ഏതെങ്കിലുമുള്ള ക്ഷേത്രങ്ങളിലോ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതാണോ ക്ഷേത്രം അതിൽ നമ്മൾ അക്ഷയതൃതീയ ദിവസം പോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാം. പാൽപ്പായസം വഴിപാട് വളരെ പ്രത്യേകതയുള്ളതാണ്, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അത് ആ നിവേദ്യമായിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അത് വളരെ ഐശ്വര്യപ്രദമാണ്, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനും വളരെ ഗുണപ്രദമാണ്. അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും നമ്മുടെ മേൽ പതിക്കുന്ന ഏറ്റവും നല്ല ഒരു പുണ്യദിനമാണ് ഈ അക്ഷയ തൃതീയ. പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞപ്പട്ട് ഭഗവാന് പീതാംബരം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നേ ദിവസം നമ്മൾ കടം കൊടുക്കുകയും കടം വാങ്ങുകയും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ അപൂർവമായ ഈ പുണ്യദിനത്തിൽ നമുക്ക് വിഷ്ണുവിനും ലക്ഷ്മിക്കും പ്രീതികരമായ നാമങ്ങൾ ധാരാളമുണ്ട്. അവരുടെ സ്തോത്രങ്ങളുണ്ട്, ജപങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുക. ലക്ഷ്മി വാസം ഉള്ള സ്ഥലത്ത് ഒരിക്കലും നമുക്ക് അന്നത്തിനും സമ്പത്തിനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണല്ലോ പ്രമാണം. അപ്പോൾ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ നമ്മൾ ചില ചിട്ടകൾ കൂടി അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ദേവിയുടെ സർവ്വവിധ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ്. ആ അനുഗ്രഹം നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുടനീളം ആ ഐശ്വര്യം എന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ലക്ഷ്മി പ്രീതികരമായിട്ടുള്ള ആ സ്വർണം, വെള്ളി, അരി, ഉപ്പ്, നെല്ലിക്ക, മഞ്ഞൾ, നാരങ്ങ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ഐശ്വര്യദായകമാണ് എന്ന് പറയപ്പെടുന്നു. ഇനി സ്വർണം ഒന്നും നമുക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, എല്ലാവർക്കും സ്വർണം വാങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം നമുക്ക് ഈ പറഞ്ഞ അരി, ഉപ്പ്, നെല്ലിക്ക, മഞ്ഞൾ, നാരങ്ങ ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവരാവുന്നതാണ്. അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് വളരെ ഐശ്വര്യദായകമാണ്. ഇനി നമ്മളെ ഐശ്വര്യത്തിന് പ്രതീകമായ ആ ലക്ഷ്മി ദേവിയെ ഓം ശ്രീയേ നമഃ എന്ന മന്ത്രത്തോടുകൂടി ഭജിക്കാം. അത് പ്രഭാതത്തിലും പ്രദോഷത്തിലുമാണ് നമ്മൾ ഈ നാമങ്ങൾ ചൊല്ലേണ്ടത്. 108 തവണ നമുക്ക് ജപിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആ ലക്ഷ്മി പ്രീതികരമായ ഓം ശ്രീയേ നമഃ എന്ന മന്ത്രം നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ ഭക്തിപൂർവം ജപിക്കുക. ആദിശക്തിയുടെ അല്ലെങ്കിൽ ആദിപരാശക്തിയുടെ അവതാരമാണ് മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയുടെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളാണ്
അഷ്ടലക്ഷ്മികൾ എന്നറിയപ്പെടുന്നത്. നമുക്ക് അഷ്ടലക്ഷ്മികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടി അഷ്ടലക്ഷ്മി വളകളൊക്കെ ധരിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ അഷ്ടലക്ഷ്മികൾ? ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, അതുപോലെ ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വിദ്യാലക്ഷ്മി, കീർത്തിലക്ഷ്മി, വിജയലക്ഷ്മി, രാജലക്ഷ്മി. ഇവരാണ് അഷ്ടലക്ഷ്മിമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 8 ലക്ഷ്മിമാരെ 8 രീതിയിലുള്ള ഐശ്വര്യം ആണ് പ്രദാനം ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്ന നമ്മുടെ വീട്ടിൽ ഒരിക്കലും നമുക്ക് സമ്പത്തിന് ഒരു കോട്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കടബാധ്യതകളും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ അലട്ടുകയില്ല. പക്ഷേ ഓരോ ദേവിക്കും, ഈ അഷ്ടലക്ഷ്മിമാർക്ക് ഓരോ ദേവിക്കും ഓരോ പ്രാധാന്യമാണുള്ളത്. ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം ആ അഷ്ടലക്ഷ്മിയുടെ അഷ്ടകങ്ങൾ നമ്മൾ പാരായണം ചെയ്യാൻ. അപ്പോൾ എന്താണ് ആ പ്രാധാന്യം എന്നുള്ളത് കൂടി പറയാം. അപ്പം നമുക്ക് ഏത് വിധത്തിലുള്ള അനുഗ്രഹമാണോ നമുക്ക് വേണ്ടത്, അവരിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ അഷ്ടലക്ഷ്മിയുടെ അഷ്ടകങ്ങൾ പാരായണം ചെയ്യാൻ. അപ്പോൾ ധനലക്ഷ്മിയാണ് നമ്മൾ ധനലക്ഷ്മിയുടെ അഷ്ടകമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഐശ്വര്യമാണ് ഫലമായിട്ട് ലഭിക്കുക. ധാന്യലക്ഷ്മിയുടെ അഷ്ടകമാണ് നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ദാരിദ്ര്യ മോചനം ആണ് അതിൽ നിന്ന് ലഭിക്കുക. ഇനി ധൈര്യലക്ഷ്മിയാണ് അഷ്ടകം ചൊല്ലുന്നത് എങ്കിൽ, ധൈര്യലക്ഷ്മിയുടെ അഷ്ടകമാണെങ്കിൽ നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ശൗര്യലക്ഷ്മി അഷ്ടകം ചെല്ലുന്നതിലൂടെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വിദ്യാലക്ഷ്മി അഷ്ടകത്തിലൂടെ അറിവാണ് നമുക്ക് ലഭിക്കുക. കീർത്തിലക്ഷ്മി അഷ്ടകം ചൊല്ലുമ്പോൾ നമുക്ക് സമൃദ്ധിയാണ് ലഭിക്കുന്നത്. അതുപോലെ വിജയലക്ഷ്മി അഷ്ടകം നമ്മൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ കഴിയും. രാജലക്ഷ്മി അഷ്ടകത്തിലൂടെ അത് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ഥാനമാറ്റവും സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ 8 ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യം നൽകിയിട്ട് വേണം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാൻ. ഈ മന്ത്രം ഒരു നേരമാണ് നമ്മൾ ജപിക്കുന്നതെങ്കിൽ നമ്മളുടെ പാപങ്ങളെല്ലാം നശിച്ച് അല്ലെങ്കിൽ പാപനാശനം ഉണ്ടാകുന്നു. നമ്മൾ 2 നേരമാണ് ജപിക്കുന്നതെങ്കിലോ നമുക്ക് ധനധാന്യ അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത്. 3 നേരം നമുക്ക് ജപിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ശത്രുനാശമാണ് അതിൻ്റെ ഗുണഫലം. ഇനി ലക്ഷ്മി ദേവിയെ ഭജിക്കാൻ മഹാലക്ഷ്മി അഷ്ടകം പോലെ തന്നെ പ്രധാനമാണ് മഹാലക്ഷ്മി സ്തവം എന്ന് പറയുന്നത്. ശ്രീ പാർവതി സരസ്വതി എന്ന് തുടങ്ങുന്ന ഈ സ്തവം ഈ അക്ഷയതൃതീയയാകുന്ന ഈ സുവിശേഷ ദിനത്തിൽ ജപിക്കുന്ന ഭവനത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ ഈ ഐശ്വര്യത്തിൻ്റെ അക്ഷയതൃതീയ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ ലക്ഷ്മിമാരെ നമ്മൾ ആണ് അഷ്ടകങ്ങൾ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കേണ്ട വിധം നമ്മൾ പറഞ്ഞു. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുക. അന്നേ ദിവസം മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും പ്രീതി നമ്മൾ നേടാനാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അർഹരായ ആളുകൾക്ക് നമ്മൾ ദാനം നൽകേണ്ടതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ വളരെ നല്ല രീതിയിൽ അതിഥി സൽക്കാരം ചെയ്ത് അവരെ സ്വീകരിക്കുക. അതുപോലെ തന്നെ സജ്ജനങ്ങളായ ആളുകളെ ആദരിക്കുക. പിന്നെ നമ്മൾ അന്നേ ദിവസം സ്നേഹവും ആത്മാർത്ഥതയുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വസിപ്പിക്കുക. നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉള്ളവർക്കുണ്ട്. നമ്മൾ പണം കൊടുക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതായിരിക്കും ഒരു ആശ്വാസ വാക്ക്, ഒരു സന്തോഷം. നമ്മൾ അവരോടൊന്ന് സന്തോഷത്തോടു കൂടി ചിരിച്ച് പെരുമാറുക. ഇതൊക്കെ നമുക്ക് അക്ഷയതൃതീയ ദിവസം മാത്രം ചെയ്യണമെന്നല്ല പറയുന്നത്, എങ്കിലും അന്നേ ദിവസം നമ്മൾ അങ്ങനെയുള്ള സൽപ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ, അതുപോലെ പൂജകൾ, വ്രതങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം ഇത് കേൾക്കുന്ന പലരും ചിലപ്പോൾ ഈ അഷ്ടലക്ഷ്മി അഷ്ടകങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും, മഹാലക്ഷ്മി മന്ത്രങ്ങൾ ചൊല്ലാറുണ്ടാവും. അപ്പോൾ അതൊക്കെ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഫലങ്ങളോ ഗുണങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരും ഒന്ന് അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ എന്താണ് അതിൻ്റെ ഐശ്വര്യം, അതിൻ്റെ ഫലം എന്നൊക്കെ മനസ്സിലാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് അഷ്ടലക്ഷ്മിയാണോ, അഷ്ടലക്ഷ്മി അഷ്ടകമാണോ അറിയുന്നത്, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ 4 വരികളെങ്കിലും എല്ലാവരും ഭക്തിപൂർവം ആ കമൻറ്റ് ബോക്സിൽ എഴുതുക. അത് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ആ മഹാലക്ഷ്മിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി അല്ല അതറിയില്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ
കീർത്തനങ്ങളായാലും നമുക്ക് അന്നേ ദിവസം മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു 4 വരി വളരെ ഭക്തിയോടുകൂടി ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതെല്ലാം കൂടി നമുക്ക് ആ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കാം. സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അങ്ങനെ ഈ പുണ്യ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തോടുകൂടി കടാക്ഷത്തോടുകൂടി മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അക്ഷയ തൃതീയ ദിനം എല്ലാം തന്നെ ഒന്നും നശിക്കാതെ ആ ഐശ്വര്യം നിലനിർത്തിക്കൊണ്ട് അത് എന്നും ശുഭകരമായി തീരട്ടെ. അതിന് നമുക്ക് ആ മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇത് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.